ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമായിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ 2-2.5 വർഷത്തോളമായി യൂട്യൂബിൽ ലോങ് വീഡിയോസ് എല്ലാം എടുത്തിട്ടിട്ട് ഷോർട്ട് വീഡിയോസ് മാത്രമേ ഇപ്പോൾ ഞാനിങ്ങനെ ഇട്ടിട്ട് പോകുന്നത് തന്നെ. അപ്പോൾ ലോങ് വീഡിയോ എടുത്തിട്ട് കുറേ ആയി. അപ്പോൾ അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇതാ ഇപ്പം തന്നെ കാണുന്നില്ല, ഞാൻ സംസാരിക്കുമ്പോൾ ചെറിയ എന്താ ഒരു മടിയല്ല, ഒരു ചമ്മൽ പോലെയെല്ലാം ഉണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ലോങ് വീഡിയോസ് എല്ലാം എടുത്തിട്ടിട്ട് പോകണമെന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ വീഡിയോസ് എല്ലാം എടുക്കുമ്പോൾ റെഡി ആയിക്കോളും. പിന്നെ എന്താ, ഞാനിപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങൾ, അടുക്കള വിശേഷങ്ങളെല്ലാം ഇതിൽ കാര്യമായിട്ട് കാണിക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണം, കമൻസ് ഇടണം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറയുക. വേറെ എന്തെങ്കിലും വീഡിയോസ്, കുക്കിംഗ് വീഡിയോസ് വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് പറയുക. അങ്ങനെ നിങ്ങൾക്ക് ഓരോ സജഷൻസും കാര്യങ്ങളെല്ലാം കമൻസ് ആയിട്ട് ഇടുക. കമൻസ് വളരെ വളരെ കുറവാണ്, തീരെ കുറവാണ് കമൻസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇടാം. പിന്നെ എന്നാ പറയണ്ടേന്ന് തന്നെ തിരിയുന്നില്ല. ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് എല്ലാം കാണണം. വീഡിയോ കണ്ടിട്ട് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ശനിയാഴ്ചത്തെ ചെറിയ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ചെറിയ വിശേഷം അടുക്കളയിൽ ഞാൻ ചോറും കറിയും വെക്കുന്നുണ്ട്, അതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ ഞാൻ അധികം പറഞ്ഞ് അങ്ങോട്ട് ഇതാക്കുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് നമ്മൾ ഗ്യാസുമില്ലാന്ന് വെക്കല്. ഇവിടെ നമുക്ക് 3 വേണ്ടുള്ളൂ, അതുകൊണ്ട് ഗ്യാസുമില്ലാന്ന് വെക്കല്. റേഷനരി ആയതുകൊണ്ട് വേഗം ആവുമല്ലോ. അപ്പോൾ ഗ്യാസുമില്ലാന്ന് വെക്കല്. ചോറിനുള്ള വെള്ളം വെച്ച് ഇനി നമുക്ക് കറിക്കുള്ള പരിപാടികൾ നോക്കാം. ഇന്ന് കുറച്ച് അയില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അയില തേങ്ങ അരച്ച് വെക്കാം, മോര് ഒഴിച്ചിട്ട് തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടികൾ നോക്കാം. അപ്പോൾ മീൻ മുറിച്ചെടുത്ത്, അയിലയാണ് കിട്ടിയത്, നല്ല വലിയ അയിലയാണ്. അയില മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിക്കുകയും ചെയ്യണം, കുറച്ച് കറിയും വെക്കണം. കറി മോരയിച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നു, എന്നാലേ ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ നമുക്ക് കറി വെക്കാം. ചോറിനുള്ള വെള്ളവും പറിച്ചു, അരി ഇടാം. ഞാൻ പറയുന്നല്ലോ അല്ല, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഞാൻ എങ്ങനെയല്ലോ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് വീഡിയോസ് എല്ലാം ഇട്ട് വരുമ്പോൾ അങ്ങനെ റെഡി ആയിക്കോളും. ഇപ്പം തൽക്കാലം ഇങ്ങനെ പോട്ടെ അല്ലേ. ചോറിനുള്ള അരി ഇട്ട് കൊടുക്കുക. വെള്ളം പതിച്ചിട്ടുണ്ട്. കൈ ചെറുതായിട്ട് പൊള്ളി. എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വേണം ചോറിന് അരി ഇട്ട് കൊടുക്കാൻ. ഞാൻ തമാശ പറയുന്നത് കേട്ടാ, പക്ഷെ തമാശയായിട്ടുള്ള എനിക്ക് തോന്നുമെന്നും അറിയില്ല. ഇത് സ്റ്റാൻഡ് വാങ്ങിയില്ല. സ്റ്റാൻഡ് വാങ്ങാൻ വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇനി എത്തിയില്ല. ഇനി ഒരു 3-4 ദിവസം കൂടി കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പം തൽക്കാലം ഇതിപ്പം ഓരോരോ പാട്ട്, ഞാൻ പറഞ്ഞില്ലേ മുളക് പൊടീൻ്റെ പാട്ടെല്ലാം എടുത്ത് വെച്ചിട്ട് ആടി ഇടിയെല്ലാം ചാരി വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം അതിൻ്റേതായ നല്ല പ്രശ്നം ഉണ്ടാവും വീഡിയോയിൽ. അപ്പോൾ സ്റ്റാൻഡ് വരുന്നവരെ ഇങ്ങനെ ഒപ്പിച്ച് പോവാന്ന് വിചാരിച്ച്, വേറെ വഴിയില്ലല്ലോ. അപ്പോൾ ചോറിനുള്ള വെള്ളം പതിച്ച് അരി ഇട്ട് കൊടുത്ത്. എൻ്റെ കൈ ശരിക്കും പൊള്ളീൻ്റെ കേട്ടാ, ഇവിടെ ചോന്നിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ വീഡിയോയിൽ മറ്റേ ക്യൂട്ട്നെസ് വാരി വെതറാന്ന് വിചാരിക്കും. അതല്ല, ശരിക്കും എൻ്റെ കൈ പൊള്ളിയിട്ട് തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ സ്റ്റാൻഡില്ലാത്തതിൻ്റെ പ്രശ്നം നല്ലോണം ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ വർത്താനം മാത്രമായിട്ട് ഇങ്ങനെ പോകുന്നു. കൂടുതൽ പണി എനിക്ക് ശരിക്കും കാണിക്കാൻ പറ്റാണ്ട്. ഇനി നമുക്ക് കറിക്കുള്ള പരിപാടി നോക്കാം. ചോറിടുന്ന പതക്കുന്നുണ്ട്, ചോറിനുള്ള അരിയുടെ പതക്കുന്നുണ്ട്. കറി അയിലയല്ലേ, ഞാൻ മീൻ കാണിച്ചതല്ല. അപ്പോൾ അയില തേങ്ങ അരച്ച് വെക്കാമെന്ന് വെച്ചു, മോരൊഴിച്ചിട്ട് തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ അയില അന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അയില സ്പെഷ്യൽ മസാലയിലാക്കിയിട്ട് പൊരിക്കുന്നത്, അതുപോലെ പൊരിക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ വേറെ ഒന്നുമില്ല, എത്ര തന്നെ, ഇത് രണ്ടും കൂടിയെന്ന് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാനൊന്നുമില്ല, അധികം ആക്കുന്ന കറി തന്നെയാണ്. അപ്പോൾ തേങ്ങ മാന്താം. അപ്പോൾ തേങ്ങ മാന്തി കഴിഞ്ഞിട്ടുണ്ട്. അരമുറി തേങ്ങ എടുത്തിട്ടുള്ളത്, അത്രേ വേണ്ടുള്ളൂ, നമ്മുടെ 3 ആളല്ലേ ഉള്ളൂ. അതുകൊണ്ട് തേങ്ങ മാന്തി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് അരച്ചെടുക്കണം. എല്ലാവരെയും ഒന്നും വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല. തേങ്ങ മാന്തുന്നതായാലും, തേങ്ങ മാന്തുന്ന കാണിക്കുമ്പോൾ തന്നെ അന്ന ഫുള്ള് കിട്ടുന്നില്ല. തേങ്ങ മാന്തുന്ന മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ഇത് വെക്കാൻ പറ്റുന്നില്ല, പാട്ട് എത്രയുള്ള പാട്ടയാണ്, അതുകൊണ്ട് വെക്കാനേലില്ല. പിന്നെ ഇനിയിപ്പോൾ ഇത് അരച്ചെടുക്കട്ടെ. അരക്കുന്ന വീഡിയോ കാണിക്കാൻ പറ്റില്ല, കാരണം വെക്കാനാവില്ല.
അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് എരിവുള്ളൊരു മുളക് പൊടി, പിന്നെ ജീരകം, പിന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈരും കൂടി ഒഴിച്ചു കൊടുക്കുക. മീൻകറിക്കാണ് ഇത്, അതിനാവശ്യമായിട്ടുള്ള തൈരും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് അരച്ചെടുക്കും. അപ്പോൾ കറിക്കുള്ള തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറീൻ്റെ കൂട്ട് തയ്യാറാക്കാം. കൂട്ട് തന്നെയല്ലേ പറയാം, കറിയെല്ലാം കലക്കി വെക്കാം. കറിക്കുള്ള അരപ്പ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂട്ടെല്ലാം റെഡിയാക്കി. ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഇനി അതാണ് പതുക്കട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അല്ല, ഞാനിങ്ങനെ വർത്താനം പറഞ്ഞ് പോകുന്നേ ഉള്ളൂ. ഞാനിങ്ങനെ കാര്യമായിട്ട് ഞാൻ ചെയ്യുന്ന പണികൾ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല എന്നറിയാം. അപ്പോൾ അത് സ്റ്റാൻഡെല്ലാം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡിയാവും. ഒരു 3-4 ദിവസം കൂടി കഴിഞ്ഞാൽ സ്റ്റാൻഡിൽ എത്തും. അപ്പോൾ ഞാൻ കുറേ ആയി ഞാനിങ്ങനെ ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു വീഡിയോ പോലെ എടുത്തിട്ട് ഇടാന്നെല്ലാം വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഇറങ്ങി തിരിച്ചത്. 2-2.5 വർഷമായി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട്. ഇപ്പോൾ ഷോർട്സ് മാത്രം ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറേ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ പിന്നെ കറി ഇടുന്ന പതുക്കട്ടെ. ഇനി മീൻ നമുക്ക് വറക്കാനും കൂടി അടുപ്പത്ത് വെക്കാം. വറവ് പിന്നെ ഞാൻ ഇന്നാക്കുന്നില്ല, കാരണം ഇന്നലത്തെ വറവുണ്ട്, അത് എടുക്കാമെന്ന് വിചാരിക്കുന്നു. വെറുതെ ആക്കിയിട്ട് വേസ്റ്റാക്കി കളയണ്ടല്ലോ. അപ്പോൾ വറവ് ഞാൻ ആക്കുന്നില്ല. പിന്നെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇനിയിപ്പം കറി ഇവിടുന്ന് പതുക്കട്ട്. കുറേ നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനക്ക് പിന്നെ ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാണ്ടായിപ്പോയി. ഞാൻ വീട്ടിൽ ആൾ വന്നുകൊണ്ട് പിന്നെ എനിക്കൊന്നും എടുക്കാൻ പറ്റാണ്ടായി. ലാസ്റ്റ് ഞാൻ അകമെല്ലാം അടിച്ചു വാരി തട്ടെല്ലാം തുടച്ചെല്ലാം വൃത്തിയാക്കി പാത്രമെല്ലാം കഴുകി. നേരത്തെ വീഡിയോ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. വീട്ടിൽ കുറച്ച് ആൾക്കാർ വന്നുകൊണ്ട് പിന്നെ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അവരെ മുന്നിൽ നിന്ന് എടുക്കാനുള്ള ഒരു ചമ്മലും കൊണ്ട് ഞാൻ പിന്നെ ബാക്കി കുറച്ച് വൃത്തിയാക്കുന്നത്, അങ്ങനത്തെ അടിച്ചു വരുന്നത്, അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്ത് ഒതുക്കി. അത് തന്നെ അവർ പോയപ്പോൾ എടുത്തത്. അപ്പോൾ അത്രേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, എൻ്റെ അടുക്കള വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ പിന്നെ ഇനി നല്ല നല്ല വീഡിയോസ് എല്ലാം ആയിട്ട് ഞാൻ വരും. ഇനി നല്ല നല്ല വീഡിയോസ് എല്ലാം ഇടണമെന്നുണ്ട്. ഇനിയിപ്പോൾ മുടങ്ങാണ്ട് തന്നെ വീഡിയോസ് എല്ലാം ഇടണമെന്നുണ്ട്. ഞാനിപ്പോൾ ഷോർട്സ് മാത്രമായിട്ടാണ് കുറച്ചായിട്ട് ഇടുന്നത്. ലോങ് വീഡിയോ ഇട്ടിട്ട് തന്നെ കുറേ ആയി, 2.5 വർഷത്തോളമായി. അപ്പോൾ ഇനി അങ്ങോട്ട് നിർത്താണ്ട് തന്നെ ഇടണമെന്നെല്ലാം ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ടും വേണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ, പറഞ്ഞ് ഇതാക്കുന്നില്ല. അപ്പോൾ ശരി, എന്നാൽ താങ്ക് യു.